അളിയനെ സ്വന്തം കമ്പനിയിൽ ജോലി കൊടുക്കാൻ പാടുണ്ടോ? പ്രതീകാത്മകമായി ചോദിച്ചതാണ്. കാരണം ഞാൻ ഒരിക്കലൊരു കമ്പനിയെ സ്ട്രക്ചറൈസ് ചെയ്ത് അതിൻ്റെ ഒരു വിഷൻ 2030 സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം അവിടെ ഇങ്ങനെ ടീം സെറ്റിങ് നോക്കുമ്പം ടീമിൽ കീ പൊസിഷനിൽ മാനേജീരിയൽ പൊസിഷനിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. അതായത് ആദ്യം അദ്ദേഹം മാനേജറായി, പിന്നീട് വളരുന്നതിനനുസരിച്ച് പെട്ടെന്ന് അവൈലബിൾ ഉള്ള മാനേജേഴ്സായിട്ട് ഇങ്ങനെ സ്വന്തം ബന്ധുക്കൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടൊന്നും കൊണ്ടുവന്നതല്ല, അവിടെ നാട്ടിലിങ്ങനെ തിരിഞ്ഞളിക്കാണ്, ബന്ധുവാണ്, അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പൊസിഷൻ കൊടുത്ത് പഠിപ്പിച്ചു അങ്ങനെ എടുത്തതാണ്. പിന്നെ അതിനുശേഷം കമ്പനി വലുതായപ്പോൾ അതിലൊരുപാട് HR-ഉം ഫൈനാൻസും അങ്ങനെയായിട്ട് ഒരുപാട് ക്വാളിഫൈഡ് സ്റ്റാഫിനെ കൊണ്ടുവന്നു. ഈ ക്വാളിഫൈഡ് സ്റ്റാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നോൺ ക്വാളിഫൈഡ് ബന്ധുക്കളിലേക്കാണ്. അവരാണെങ്കിൽ കമ്പനിയുടെ സിസ്റ്റവും പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്യാൻ റെഡിയല്ല. അവരോട് മുതലാളിക്കിട്ട് നോ പറയാനും പറ്റില്ല, അവരെ പിരിച്ചുവിടാൻ പറ്റില്ല. പിരിച്ചുവിട്ടാൽ പെണ്ണുങ്ങൾ ഇയാളെ പിരിച്ചുവിടും, ഇയാൾ അളിയന്മാരെ കയ്യിലുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കമ്പനിയെ വളർത്തുന്നതിൽ ഏറ്റവും കുടുങ്ങിയത് ഈ ഒരു ബന്ധു മാനേജേഴ്സിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബന്ധുവിന് ജോലി കൊടുക്കാമോ എന്ന് വെച്ചാൽ